Shoe Developers Comedy Super Night. ചിരിച്ചപ്പിൽ ഒളിപ്പിച്ച അത്ഭുതവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കും. ആ ചെത്തുകാരൻ വാസുവിനെ കാണുന്നില്ലല്ലോ. കള്ളാണെങ്കിൽ തീരം ചെയ്ത്. അതിന് അവന് ചെത്താൻ തെങ്ങില്ലെന്നാടി പറയുന്നേ. ആര് പറഞ്ഞു തെങ്ങില്ലാന്ന്? തെങ്ങില്ലാഞ്ഞിട്ടൊന്നല്ല. കേട്ടോടി രമേ, നാട്ടിലുള്ള കുളിമുറിക്കൊക്കെ മേൽക്കൂര ഇട്ടു. പിന്നെ അവന് തെങ്ങ് കയറാൻ വല്ല താല്പര്യം ഉണ്ടാവോ? പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സുധർമ്മയുടെ തെങ്ങിന്റെ മണ്ടക്കിട്ട് കണ്ടിട്ടാ പോകുന്നത്. അതിന് ഈ പഞ്ചായത്ത് ഇനി സുധർമ്മയുടെ വീട്ടിന്റെ കുളിമുറിക്ക് മാത്രമേ മേൽക്കൂര ഇല്ലാണ്ട്. അതും പറഞ്ഞ് കിണ്ടടിച്ചിരിക്കാനുള്ള സമയമല്ല. പോയി പണി നോക്കടി ഒന്ന്. ആ പണിയെടുക്കണ കാര്യത്തെ പറ്റി നീ പറയാൻ നിക്കണ്ട. നിന്റെ കെട്ടിയോൻ കള്ളു കുടിച്ചെന്റെ കാശ് ഇതുവരെ തന്നിട്ടില്ല. മുതലാളി വരുമ്പോഴേ എനിക്ക് കണക്ക് കാണിക്കേണ്ടതാ. അതെ, എന്റെ കെട്ടിയോൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ഞാൻ കാണിക്കും മുതലാളിനെ. നീ ഒരുപാട് കാണിക്കണ്ടാട്ടോ. ഞാൻ കാണിക്കുന്നില്ല. ദേ അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്നലത്തെ കണക്ക് ഞാൻ എഴുതിയിട്ടില്ല. ആ രാവിലെ വെറും വയറ്റിൽ ഒരു കുപ്പി. നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നതിന്റെ പേരിൽ 2 കുപ്പി. പണിക്ക് പോവാൻ ഓട്ടോ കിട്ടില്ലെന്ന് പറഞ്ഞ അതിന്റെ പേരിൽ 3 കുപ്പി. മൊത്തം 20 കുപ്പി. അല്ലേടി, അപ്പൊ നിന്റെ കെട്ടിയോന്റെ വയറ്റിൽ നിറച്ചും കുപ്പിച്ചില്ലാന്നോ? അതെ, അസ്ഥാനത്ത് കയറി തമാശ ഉണ്ടാക്കാൻ വരല്ലേ. നിന്റെ കെട്ടിയോന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ഭിത്തി ഒന്നും തികയാതെ വരും. പോയി പണിയെടുക്കടി. എടി, നമ്മൾ പറഞ്ഞ അവർക്ക് പിടിച്ചില്ലേടി കാര്യം പറഞ്ഞപ്പം. ഈ മുടിഞ്ഞ കാലന്റെ ഒടുക്കത്തെ കൊടി കാരണം ഈ മാസത്തെ ശമ്പളം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ മുതലാളി വരുമ്പോ ഞാൻ ഇനി എന്ത് പറയും അങ്ങേരോട്? മുതലാളി ഉലകിൽ കെട്ടിയെടുത്തു. വേണ്ട, ഒത്തിരി സൂപ്പിരി വേണ്ട, ഒത്തിരി സൂപ്പിരി വേണ്ട. നിങ്ങൾക്കറിയാലോ ഞാൻ എന്തിനാ ഇത് എടുത്തതെന്ന് അറിയാലോ. എനിക്ക് ലൈസൻസ് കിട്ടിയല്ല, അറിയാലോ, ഷാപ്പിന് ലൈസൻസ് കിട്ടിയല്ല. അപ്പൊ അയൽക്കൂട്ടംകാരായ പെണ്ണുങ്ങളെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാണ് തുടങ്ങിയേക്കണേ. നിങ്ങൾ കാരണം എനിക്ക് നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അയ്യോ, ഇതെന്താ പാളയംപള്ളിയിലെ സെമിത്തേരിയോ? മൊത്തം കുരിശ് പിടിച്ച് വെച്ചേക്കണം. ഇത് ആരാ പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്തത്? ഈ രമയാണ് അത്. 2 ദിവസം വൈറ്റ് വാഷ് ചെയ്തിട്ട് മായ്ക്കല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 ദിവസമായുള്ളൂ ഞാന് ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. നിങ്ങളെ കൊണ്ട് തോറ്റി ഞാൻ. ആ കണക്കും കിടത്തേ. അതാപ്പ മാച്ച് കളഞ്ഞത്. കണക്കാ ഇപ്പൊ മുതലാളി മാച്ച് കളഞ്ഞെന്ന്. കണക്കാണ് മാറ്റി കളഞ്ഞത്. അയ്യോ, അപ്പൊ പറ്റുബുക്കിന്റെ പറ്റുബുക്ക് കറിക്കാരി അമ്മണി ചേച്ചി കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? കറി വെക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കാൻ. അയ്യോ, ഇനി ഞാൻ എങ്ങനെ കണക്കുണ്ടാക്കും? തമ്പുരാനെ ആദ്യം മുതലുള്ള കണക്ക് മുഴുവൻ അതിനകത്ത് മൊത്തം കത്തിച്ചോ. അവരെവിടെ പോയതാ? അവര് മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയി. ആ കവലക്ക് എങ്ങാണ്ട് പോയിട്ട്. ആ ശരി, ഒരാൾ ഒറ്റയ്ക്ക് 3 വഴിക്കടെ അങ്ങ് പോയോ? ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ചേ 3 വഴിക്കല്ല പല വഴിക്കും പോകും. ആ തള്ളനെ ശരിയാക്കും ഞാൻ. ഒന്നെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. വരുന്നുണ്ട്. എന്ത് പറഞ്ഞേ? അയ്യോ, എന്റെ പൊന്നു മുതലാളി, ചന്തയ്ക്ക് വേറെ ആണുങ്ങളെ ഇടണം. ഇത് ചുമന്ന് എന്റെ നടുവിന്റെ കണ്ണി പറഞ്ഞു പോവാ. ഞാൻ കാര്യം നിങ്ങളുടെ ഭർത്താവിനെ തൂക്കിക്കൊണ്ട് വരാനോ? ഇതിനൊരു കണ്ണും മൂക്കും മരിച്ച പൊട്ടും മുടിപ്പിച്ചൊക്കെ ഞാൻ നിങ്ങളെക്കാളും കാണാൻ നല്ല ഇതിനെ കാണാൻ. ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്ത് വെക്ക്. ഇങ്ങനെ ആക്കല് കേട്ടോ. നിങ്ങൾ ആ പറ്റുമുക്കെടുത്ത് കത്തിച്ചെന്ന് പറഞ്ഞ നേരാണോ? പറ്റുമുക്കെടുത്ത് കത്തിച്ചെന്ന് പറഞ്ഞ നേരാണോ? ഒരു ബുക്ക് കത്തിച്ചു. അത് പറ്റുമുക്കായിരുന്നു. അയ്യോ, പറ്റുമുക്കാർന്നോ? ഇവിടെ അടുപ്പിനകത്ത് കത്തിക്കണമെങ്കിൽ പേപ്പർ വരുത്തണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് പേപ്പർ ഇവിടെ കൊണ്ട് വെക്കണം. പേപ്പറിൽ എവിടുന്ന് കത്തിക്കും? ഞാനിവിടെ വന്ന് നോക്കുമ്പോ ഇവനൊക്കെ പറ്റാ. അപ്പൊ പറ്റുമുക്കെടുത്ത് നമുക്ക് കത്തിച്ചു. അടുപ്പ് കത്തട്ടെ. അടുപ്പ് കത്തണം. ഇനി നിങ്ങൾ വേണ്ട, പൊക്കോ. ഞാനോ? ഞാൻ പോവാ. ഞാൻ പോവാ. എനിക്ക് ഇവിടുത്തെ പണി മതിയാകുക. ഞാൻ പോവല്ലേ, വെറുതെ പോകും. എങ്ങോട്ട് പോവാന്ന്? ഞാൻ ഗൾഫിന് പോവാ. ഗൾഫിലാ? എന്നത്തിന്? ഗൾഫിൽ എന്റെ കൊച്ചച്ഛന്റെ മോൻ എനിക്ക് ഒരു വിസ അയച്ചു തന്നു. അവിടെ എന്താ ജോലി തന്നെ? അവിടെ അറബിയുടെ വീട്ടിൽ കറി വെക്കാൻ. കറി വെക്കാനാ? ചെന്ന് കേറിക്കോട്. അറബി നന്നായിട്ട് കറി വെച്ച് കേറിക്കോട്.
എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ടും മേല. അതെ, ദാഹിക്കുന്നു. എന്നെ കഴിക്കാനുണ്ടോ? കഴിക്കാനോ? ആ. അയ്യോ കരിവാട് വറുത്തതുണ്ട്, കപ്പയുണ്ട്, പിന്നെ എന്താണ് കക്കയുണ്ട്. അതൊന്നും അല്ല, കറിയാ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. കൂട്ടാൻ തലയെടുക്കട്ടെ. തലയെടുക്കാൻ നിങ്ങൾ എന്നെ ഉണ്ണിയാർച്ച്. എന്നെ ഇങ്ങനെ പറയുന്നത് തമാശ ഇപ്പോഴാണ് തമാശ പറയുന്നത്. നിങ്ങളോട് വായിട്ട് അടിച്ചെന്റെ വെള്ളം വായിലെ വെള്ളം പറ്റി ഇച്ചിരി വെള്ളം എടുത്തത്. എടീ, ഇച്ചിരി വെള്ളേ. ഓ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കടി മുതലാളിക്ക്. നിങ്ങളെയൊക്കെ വെച്ച് ഷാപ്പ് എടുത്ത് എന്നെ വേണം. ഇതൊക്കെ നല്ല വെള്ളമാണോ അത്? ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് ഇവിടെ കൊടുക്കുന്നതൊക്കെ നല്ല സൂപ്പർ വെള്ളങ്ങളാ. പകുതി കുടിച്ചാൽ മതി. അതിന്റെ അടി പരല് കിടപ്പുണ്ട് വായി. വരളോ? ഇതിനകത്താണോ പരല് കൊണ്ടിടണേ? പിന്നെ ഇതിനകത്ത് ഈ ചെറു കുപ്പിക്കകത്തിന് വരാല് പിടിച്ചിടാൻ പറ്റും. കണ്ടത്തി എടുക്കുന്ന വെള്ളമാ, അതിനകത്ത് വരലൊക്കെ കാണും. നീ എവിടെ പോവാ? മുതലാളിയെ കാണാൻ. എന്തോ ഒരു പന്തി കണ്ടുണ്ട്. എപ്പോഴും മുതലാളിയെ കാണുന്ന കാഴ്ച അത്ര ശരിയല്ല. നീ വന്ന് മീൻ പെട്ടാൻ നോക്കുവാ. എന്റെ ചേച്ചി ഞാൻ വരാം. വന്ന് നീക്കറിയാം കേട്ടോ, എന്തൊക്കെ ഉണ്ട് ഇവിടെ. മുതലാളി, എന്നാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയണ്ട. പൈസ ആണെങ്കിൽ എന്റെ ഇല്ല, തരാനില്ല, തരത്തില്ല. മുതലാളി അങ്ങനെ പറയരുത്. എന്നാ? എനിക്ക് അടുത്ത മാസം ഒരു 10-25,000 രൂപ കൂട്ടി തരണം. 25,000 രൂപ? അതെന്തിനാ? എന്റെ മോളുടെ കല്യാണം. മോളുടെ കല്യാണോ? ഏത് മോളുടെ? പാറുന്റെ. അയ്യോ, അതൊക്കെ ഇത്ര വലുതായോ? പിന്നെ ഞാൻ ഇത്ര ഉള്ളപ്പോ അവളെ കണ്ടതാട്ടോ. ഇപ്പൊ മുതലാളി അവളെ ഒന്ന് കാണണം. എന്ത് സുന്ദരിയാന്നറിയോ? കാണണം പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ട്. നീ എന്നെ വീട്ടിൽ കയറ്റാറുണ്ടോ? ഞാനാ പറഞ്ഞ ഇതുള്ള പ്രായമുള്ള പെമ്പിള്ളാര് വീട്ടിലുണ്ടെങ്കിൽ ഇത്രയും മുതലാളിമാരെ കയറ്റല്ലേ. പോതല്ലേ? ശരിയാകത്തില്ല. ആ കൈ ഒന്ന് നീട്ടിക്കേ. കൈ ഒന്ന് നീട്ടേ. എന്നാത്തിന്? ഒന്ന് ഉപ്പ് നോക്കിക്കേ മുതലാളി. ഞാനാണോ ഉപ്പ് നോക്കണേ? ഇവിടെ നിങ്ങക്ക് ഉപ്പ് നോക്കിയാ? ഞാൻ ഉപ്പ് നോക്കാൻ പറഞ്ഞ് മുറുക്കാനൊക്കെ തിന്ന് വായിക്കാത്ത ആകെ ചളവാട്ടി ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് കണ്ടില്ല? അയ്യോ, ഒന്ന് കാണിച്ചേ. എങ്ങനുണ്ട്? ഉപ്പുമില്ല, മുളകുമില്ല, ഓപ്പണ്ടാക്കി വെച്ചേക്കണം. അതന്നെ, ഉപ്പും മുളകും തീർന്നു. ഉപ്പും മുളകും ഉപ്പും മുളകും തീർന്നു. ഇനി എന്നാ ചെയ്യും? എന്നാ ചെയ്യും? ഇനി 8:30 കഴിഞ്ഞ് കോമഡി സൂപ്പർ നൈറ്റ് കൊടുക്കും, അത് കാണാം. ഇല്ലേ? മനസ്സിലായില്ല. അല്ല, ഫ്ലവേഴ്സ് ചാനലിൽ ഉപ്പും മുളകും തീർന്നു കഴിഞ്ഞാൽ പിന്നെ കോമഡി സൂപ്പർ നൈറ്റ് അല്ലേ തുടങ്ങുന്നത്? അല്ല, ഇത് ഇവിടെ ഉപ്പും മുളകും തീർന്നാ പറഞ്ഞത്. ഉപ്പും മുളകും തീരും? അതങ്ങനെ തീരും? നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണോ ഇതൊക്കെ? ഞാനോ? ഞാൻ ഇവിടെ വെച്ചോണ്ട് പോവാ. ഇവിടെ വെച്ചോണ്ടോ മുളക് വെച്ചോണ്ടോ പോഞ്ഞിട്ട് ഇരിക്കാൻ മേലാണ്. ഇവിടെ വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കുന്ന ഉപ്പും മുളകും. ഞാൻ തിന്നൊന്നുമല്ല, എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. അത് കൊള്ളാലോ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. കള്ള് ഷോപ്പല്ലേ? അതെ, കള്ളുഷാപ്പാണ്. അങ്കിൾ, ഞാൻ ഇതിന്റെ പ്രൊപ്പറേറ്റർ, ഓണർ. ഓണർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇരിക്കെ. ഞാനാണെന്ന് പറയട്ടെ. എടാ, നീ കിടന്നുറങ്ങാതെ പൈസ തന്നിട്ട് പോ. ഷാപ്പിൽ കിടന്നുറങ്ങാം, വീട്ടിൽ കിടന്നുറങ്ങാളെ. അപ്പോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഷാപ്പായിട്ട് അങ്ങ് പോകണു. സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത്? സ്പെഷ്യലായിട്ട് ഹലോ ഈ പെണ്ണുങ്ങളടി സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെയാണോ ഇവിടുത്തെ സ്പെഷ്യൽ? അയ്യോ, ഇതൊക്കെയല്ല, ഇവരൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആൾക്കാർ. അതല്ല, ഈ ഞം സ്പെഷ്യലായിട്ട്. സ്പെഷ്യലായിട്ട് കപ്പയുണ്ട്, നത്തോണി വറുത്തതുണ്ട്, പിന്നെ അയലക്കറി ഉണ്ട്, പിന്നെ കടുക് പൊട്ടിച്ച വേറെ കറിയുണ്ട്, എല്ലാം ഉണ്ട്. മലയാളി ഒരു കാര്യം, ഈ അയലയില്ല, അയല നിവർത്തെ മുഴുവൻ നിവർക്ക. ഈ അയലയില്ലേ, അയലയില്ല. ഇല്ലേ? കക്കയുണ്ട്, കക്കയുണ്ട്. അപ്പൊ അത് വേണ്ട, ബാക്കി എല്ലാം പോരെ. ചാടി നിക്ക്. നിങ്ങൾ ഇത് എന്നെ കണ്ടോണ്ട് നിക്കണേ. കൊണ്ടു. അയ്യോ, അപ്പൊ ഈ കള്ളിന്റെ കേസ് എങ്ങനെ? കള്ളെങ്ങനെയാണ്? കള്ളങ്ങനെ മൂത്തതുണ്ട്. മൂത്തത് നല്ല ഒരു കുപ്പി മൂത്തത്. ഇളയത് വേണോ? ഇളയതും വേണം. ഒരു ഗ്ലാസ് അടിച്ചു നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുന്തിരി ഉണ്ടോ? മുന്തിരി കടയിലോ ഉള്ള, ഇവിടെ ഇല്ല. അതല്ല, ഈ മുന്തിരി കള്ളില്ലേ? അയ്യോ, മുന്തിരിക്കല്ല് കഴിക്കും. ആര് പറഞ്ഞെങ്ങനെ? ആര് പറഞ്ഞു? ഞാനങ്ങ് പറയുമായിരുന്നു വെറുതെ. അമ്മച്ചി അവിടുത്തെ പാചകക്കാരിയാണല്ലേ? അപ്പൊ ഇതെല്ലാം അമ്മച്ചിയുടെ. ഞാന് കഴിക്ക്. സാറ് കഴി. എന്നാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ചോദിക്കാം. ചെല്ല്. ഇവിടെ വട്ടം കൂടി ഓരോരോ പണി കേൾക്കണം. സാറേ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താണ്? തീപ്പെട്ടി ഉണ്ടോ? ഒരു വീടി കത്തിക്കാൻ. നിങ്ങൾ എന്ത് പുറത്താണ് ഈ പറയണേ? മൊലാളിയിൽ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. തീപ്പെട്ടിയാണോ പുള്ളിയോട് ചോദിക്കണേ? എന്നാ ചോദിക്കണ്ടേ? ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും. അത് പറയാം സാറേ. അതിൽ നല്ലതാണ്. അയ്യോ, അങ്ങനെയാണ് ഇത് എടുത്ത് തിന്നുന്നേ. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെ പിടിക്കണം? ഇങ്ങനെ എന്താ കാണിക്കുന്നത് നിങ്ങൾ? ഈ കപ്പ സൂപ്പറാണല്ലേ? അങ്ങനെ കുടിക്കല്ലേ? കള്ള അങ്ങനെയല്ലേ കുടിക്കുന്നത്? ഇങ്ങനെ കുടിക്കണം. എന്താ
ഇങ്ങനെ ആ കള്ളു വിളിക്കണം ആണുങ്ങള് അപ്പോ കൈ സാര കഴിക്കും അപ്പൊ മതി 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 മതിയാ? രമേ ബില്ല് കൊണ്ടോ കൂടെ ബില്ല് കൂടെ കളി മതിയത് വേഗട്ടെ ഇത്രയും വലിയ ബില്ലൊക്കെ കൊണ്ടുവന്ന പുള്ളി പേടിച്ചു പോകും. എന്തത് ബില്ല് ബില്ല ഞാൻ ഇന്ന് വരെ ഒരു ഷാപ്പിൽ പോയിട്ട് എനിക്ക് ആരും ബില്ലൊന്നും തന്നിട്ടില്ല അറിയാവോ അഥവാ ബില്ല് തന്നാ ഞാൻ കാശും കൊടുക്കാറില്ല കാശ് കൊടുക്കാറില്ലെന്നോ ഇല്ലെന്നേ ഇത്ര നേരം തിന്നില്ല നിങ്ങൾ കള്ളും കുടിച്ചില്ലേ അത് എന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ട് എന്നെ അറിയാൻ മേലെ എന്ത് മനസ്സിലാണോ താൻ ഇല്ല ഞാൻ കാശ് കൊടുക്കാറില്ല കാശ് കൊടുത്തില്ല. ശരിയായില്ല. അല്ല ഞാൻ പറയുന്നത് അല്ല മനസ്സിലായി അത് അതൊന്നുമല്ല എന്താ? മൂക്കോട്ട തിന്നില്ല അതിന് പൈസ തരണ്ടേ വേറെ വേറെ ഒരു technique ഉണ്ട്. വേറെ ഒരു ടെക്നിക്കും പറയണ്ട ഒരു ടെക്നിക്കും വേണ്ട അല്ല അല്ല മലയാളി അല്ല നിങ്ങളല്ലേ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി വെച്ച് കൊടുത്തത് അതെ, അതെ. അവൻ ഇതിനായിട്ട് പൈസ തരികയായിരുന്നു അവൻ പൈസ തരികയല്ലോ ഒരു കോപ്പം തരികയല്ല ആര് തരില്ല ഇവൻ തരികയെന്ന് പറഞ്ഞു പൈസ കൊടുക്കത്തില്ല പറയും അല്ല ഞാനതല്ല ഈ പൈസ കൊടുക്കാറില്ല ഞാൻ ഒരു ഷാപ്പിലും ആണുങ്ങളായാൽ ഷാപ്പെന്നല്ല എവിടെ ചെന്നാലും ആണുങ്ങളായാൽ ഭക്ഷണം കഴിച്ചാൽ അതിന്റെ കാശ് കൊടുക്കണം അയ്യോ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത് കൊടുക്കണം അത് ആണുങ്ങളുടെ മര്യാദയാ അല്ലാതെ ഇങ്ങനെ ഉടായ്പ കാണിക്കണം എന്റെ അമ്മച്ചി ഞാൻ പറയുന്നത് മനസ്സിലാക്കും എടോ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഈ മുതലാളി തരുന്ന ശമ്പളമാ ഈ തിന്ന് കൊടുക്കുന്നതിന് പൈസ എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരു വാടക കൊടുക്കണം ഫുഡ് ഇതാ പറഞ്ഞ മനസ്സിലായി എന്നെ ഏട്ടാ ഫുഡായാലും വേണ്ട പൈസ തരും പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാശുണ്ടോ കാശുണ്ടോ കാശ് തരാൻ പറ്റത്തില്ല കാശ് തരാൻ പറ്റത്തില്ല തരാൻ പറ്റത്തില്ല പറ്റത്തില്ല ഓ, അയ്യോ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഇല്ല. നമ്മൾ തല്ലേ മാറിയില്ല കാശ് തരാം. ബന്ധങ്ങളെല്ലാം കൂടി കാശ് തരാം. ഈ ഇവരൊക്കെ തമ്മിൽ തന്നെ വാഴ വെട്ടണം കേട്ടോ മലയാളി വിഷമിക്കണ്ട അവൻ കാശ് തരും മലയാളി എന്നാ വർത്തമാനാ പറഞ്ഞത് അതിന് ഞാൻ എന്താ പറഞ്ഞേ പിന്നെ എപ്പോഴും കാശ് തരാതെ വിട്ടു കഴിഞ്ഞാലേ ശരിയാകത്തില്ല എന്ത്? പണ്ടേ പുളിമുട്ടി ഷാപ്പ് ഞാൻ നിൽക്കുമ്പോ ഇതുപോലെ കാശ് തരാൻ ഒരുത്തിനോട് വന്ന് നിന്നു അവരെ 2 ആഴ്ച വീട്ടിൽ പണിയെടുപ്പിച്ച ഞാൻ വിട്ടത് അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല ഇതെന്തി അയ്യടാ. അയ്യോടാ അല്ലാതെ ഒറ്റ സാധനം പക്ഷേ അതിനെ പൊരച്ചു കാണും തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയാവും ആ ഷാപ്പിലെ പട്ടി വന്നു എല്ലാ തങ്കച്ച നമസ്കാരം മുതലാളി. ആ നമസ്കാരമുണ്ട് എന്നാക്കെയുണ്ട് പിന്നെ വിശേഷം? വിശേഷം തന്നെ എല്ലാം ഉണ്ടല്ലോ അല്ല തങ്കത്തിന് തന്നെ ഇല്ലേ അല്ല നല്ല രസമായി നമ്മുടെ ഷാപ്പേ. ആ അതെ 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 നല്ല ഇതായി ആഹാ. നാടിന്റെ ഒരു ഐശ്വര്യം ഷാപ്പാ. അതെ അതെ മുതലാളി നമ്മുടെ ഷാപ്പുമാണ്. അതെ അതെ നമ്മുടെ ഇപ്പൊ എന്താ വന്നതിന്റെ ഉദ്ദേശം എന്താ രാവിലെ പണിക്ക് വരെ ഇറങ്ങിയ മുതലാളി. ആ അപ്പൊ അങ്ങോട്ട് പറ്റുന്നില്ല. പറ്റുന്നില്ല എന്നാന്ന് കയ്യും കാലും വിറവിറക്കിട്ടു. നാടീ നരമ്പ് ഉരുണ്ട് കയറുന്നു. ആ പേശികളാകെ ഉരുണ്ട് കയറുന്നു. ആ. അങ്ങനെ ഒരു മൊത്തത്തിലൊരു പ്രശ്നമാണ് ചുണ്ട് നനയ്ക്കാൻ എന്തെങ്കിലും. ചുണ്ട് നനയ്ക്കാണെങ്കിൽ ഞാൻ ഒരു ഫ്രഞ്ച് കിസ്സം വരാം ആണ് ചുണ്ട് നനഞ്ഞോളൂ നന്നായിട്ട് അതല്ലെന്ന് എന്റെ തങ്കച്ച നീ എന്തടവ് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് കള്ള് തരത്തില്ല നിന്റെ പെണ്ണുമ്പിള ഇവിടെ പണിയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു ഉണ്ട്. പെണ്ണുമ്പിളയുടെ ശമ്പളം ഈ പ്രാവശ്യം ഇല്ല നീ വന്ന് ഇവിടെ കള്ളു കുടിച്ചിട്ട് പോവല്ലേ ഞാൻ വീട്ടിൽ പണിയുണ്ടല്ലേ അവക്ക് ഇവിടെ ഒന്ന് പണിയാൻ പറ്റുന്നത്. നീ വീട്ടിൽ കിടത്ത് മിണ്ടല്ലോ അങ്ങനെ പറയും. ഞാൻ നിനക്ക് കള്ളു തല്ല നിന്റെ കള്ള് തന്നു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും അങ്ങനെ പറയും. എനിക്ക് പേടിയാ കഴിഞ്ഞ ദിവസം നിനക്ക് കള്ളു തന്നെ ഞാൻ കവലയിലേക്ക് ഇറങ്ങിയപ്പോ എന്ത് ചീത്ത നീ എന്നെ വിളിച്ചെന്നറിയോ അയ്യോ അത് ഞാൻ ബോധമില്ല പറഞ്ഞത്. കല്ലിന് നീ അറിഞ്ഞില്ല എന്നെ വിളിച്ചിട്ട് അയ്യോ, അതൊക്കെ അറിയാതെ ചെയ്യുന്നല്ലേ മുതലാളി. ഒരു അറിയാതെ വേണ്ട ഞാൻ കള്ളു തരത്തില്ല ഇല്ല മുതലാളി അതൊക്കെ ഞാൻ നിർത്തി. എടി ശാന്ത ശാന്തി വിളി. അയ്യോ എന്റെ മനുഷ്യൻ നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ജോലി കളയാനായിട്ട് നിങ്ങളൊന്ന് പോ. ഒരു കുഴപ്പമില്ല. ഒരു രൂപ കള്ള് തരാം നീ പറ. നിങ്ങക്ക് കള്ള് വേണമെങ്കിൽ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വൈകി. ഇത് എനിക്ക് രാവിലത്തെ കള്ള് നീ വീട്ടിൽ വരുമ്പോഴാണോ വരുന്നത്? ഇപ്പൊ പോ. പൊന്നു മനുഷ്യ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ ഒന്ന് പോ. പോരെടി. എന്നാ ചെയ്യണ്ടേ ഞാൻ കണ്ടോന്ന്. വേണമെന്നാണോ വേണ്ടെന്നാണോ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തേരെ. ആ, അപ്പുറത്തെ കണ്ടും കൂടെ എനിക്കൊരു മീൻകറി കൂടെ വേണം. അപ്പുറത്തെ കണ്ണൂർ അടിച്ച മീൻകറിയാ കോപ്പ് കറിഞ്ഞ ഒരു കുപ്പി കള്ള് മാത്രം കൊടുത്താ മതി. ശമ്പളത്തിന് ഞാൻ പിടിക്കും കേട്ടോ ശമ്പളം ഇല്ലല്ലോ. മുതലാളി ഒരു വല്ലാത്തൊരു ഒരു കുപ്പി കള്ള എന്നാ. ഞാൻ അകത്ത് വരുന്നത്. ആ, ഇവിടെ കൊണ്ടാ, ഇവിടെ കൊണ്ടാ, ഇവിടെ കൊണ്ടാ, ഇവിടെ കൊണ്ടാ, ഇവിടെ കൊണ്ടാ, ഇവിടെ കൊണ്ടാ. ഏ? എനിക്കൊന്ന് ഉപ്പ് നോക്കണം ആ സാധനം ഏത്? ഉപ്പ് നോക്കണം അത് ഉപ്പ് നോക്കണ്ട. നോക്കണം ഇല്ലില്ല, ഉപ്പ് ഞാൻ വേണ്ട. ഉപ്പ് നോക്കും വേണ്ട മലയാളി. അത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കറങ്ങരുത് കറങ്ങരുത് ഉപ്പ് നോക്കരുത് ഇവൻ. പിന്നെ ഇത് ഉപ്പ് നോക്കാതെ പോകാൻ പറ്റിയല്ലോ ഞാൻ ആദ്യം ഉപ്പ് നോക്കിയല്ലേ അതാ നോക്ക്. ആ കൊള്ളാം കിടുക്ക സാധനം ഉച്ചക്കുള്ള ഊണിലുള്ള രസം ഓക്കെ ആ, അടിപൊളി. പാത്രം കഴുകിയ വെള്ളം നല്ല രസമാണ്. എടോ താനോടൊക്കെ എവിടെ കിടക്കുന്ന വേണ്ട അവിടെ തലവഴി കൊണ്ടുവന്ന വെള്ളത്തിനകത്ത് രസമാണ്. എനിക്ക് പേടിയാ തങ്കച്ച നീ ഓരോന്ന് കഴിക്കുമ്പോ നിന്റെ കണ്ണ് ചുമക്കും
അത് മാത്രമല്ല നിന്റെ മീശയൊക്കെ കിടന്ന് വരയ്ക്കണ കാണുമ്പോ എന്നെ പേടിയാന്നറിയാം. എന്നാ കയ്യിലെന്നാ സംഭവം ഒരു വാർത്തയൊക്കെ പൊതിഞ്ഞോണ്ട് വരുവാണ്. ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നു. അയ്യോ ആ വാർത്ത ആ കത്തി. അയ്യോ നീ ഇവിടെ ഷാപ്പ് നടത്തണ്ട. എടാ എന്റെ പെണ്ണുമ്പിള്ള പൂമ്പഴും പേടുന്ന എന്റെ പെണ്ണുമ്പിള്ള നിന്റെ ഈ ഷാപ്പിൽ വന്നിട്ട് അവളെ അടുപ്പത്ത് നിന്ന് ഈ പുക ചൂടല്ലേ അവള് ഇപ്പൊ കറകറാന്നിരിക്കുന്നില്ലേ? അത് അടുപ്പത്ത് കിടന്നപ്പോഴല്ലേ അവള് കറുത്ത. ചേട്ടൻ ഇതിനു മുമ്പ് കറുത്തല്ലേ? ഞാനെന്ത് ചെയ്യാനാ? ചേട്ടനും കൂടി അടുപ്പത്ത് ചെയ്തിട്ടല്ലോ. നീ ഇവിടെ ഷാപ്പ് നടത്തണ്ട. നിന്റെ കള്ളക്കള്ളൊക്കെ എഴുതി നീ ഇവിടെ ഷാപ്പ് നടത്തണ്ട. അയ്യോ എന്നെ അങ്ങനെ ചാന്തേ. എന്റെ പൊന്നു മനുഷ്യ നിങ്ങളോട് കുടിക്കണ്ട. ഞാൻ പറഞ്ഞതല്ല. ഒന്ന് പോ മനുഷ്യ. പ്രശ്നം ഉണ്ടാക്കല്ലേ. മനുഷ്യ നിങ്ങളൊന്ന് പോ. ഷാപ്പിൽ കിടന്ന് അടി ഉണ്ടാക്കരുത്. ഷാപ്പിൽ കിടന്ന പിന്നെ കിടക്കുന്ന അടി ഉണ്ടാക്കാൻ ഷാപ്പിൽ കിടന്ന അടി ഉണ്ടാക്കും ഞാൻ. എനിക്ക് പേടിയാന്ന് പറഞ്ഞില്ല തങ്കച്ചന്ദ്രൻ. നീ കണ്ണുരുട്ടല്ലേ? ഞാൻ പേടിച്ചു ഞാൻ പോവും. വൈകിട്ട് ഞാൻ വരും. വൈകിട്ട് ഞാൻ വരും. ഇവിടെ വരുവോ? ആയിക്കോട്ടെ വൈകിട്ട് വരണ്ട. വൈകിട്ട് ദൈവം വന്നു. അല്ലെന്നേ അവൻ ഇവിടെ കിടന്ന പെണ്ണുമ്പിള്ള എടുത്തിട്ട് തല്ലുവാ. ഇതെന്നാ തിന്നോണ്ട് വന്നെ? ഈ പ്രായം ചെന്ന പെണ്ണുമ്പിളൊക്കെ കണ്ണുമൊക്കെ എഴുതിക്കൊണ്ട് ഇവിടെ ആളുകൾ വരുന്നല്ലേ? ഒറ്റ അടി അടിച്ചാണ്ടല്ലോ പെണ്ണുമ്പിള്ള തല്ലിയത്. പെണ്ണുമ്പിള എല്ലാം നിന്നെ ഞാൻ തല്ലിയാൻ വന്നോടി. കൊടുക്കാൻ മേലേ വീട്ടിൽ പോ. വീട്ടിൽ പോ. വൈകിട്ട് ഞാൻ വരും. ആ വൈകിട്ട് വരും. കത്തി എടുത്തോണ്ട് പോ. എന്നാടാ ഊരാൻ പയ്യേ ഇത് പിടിച്ചാടി. ഡെസ്ക് ഒന്ന് പിടിച്ചേ. ഈ മാറി തരാം. ഇവിടെ കിടന്ന് കുട്ട കളിക്കാതെ അടിയോട് കയറേ. എടാ അടിയോട് കയറാ. ഇത് കത്തി ഉരുട്ടി ഡെസ്ക് കൊണ്ട് തന്നാൽ മതി. വൈകിട്ട് ഞാൻ വരും. വൈകിട്ട് എന്തിനാ വരല്ലേ? ഇവിടെ കച്ചവടത്തിന് ഡെസ്ക് ഉണ്ട്. ഡെസ്ക് വേണം. നിങ്ങളൊന്ന് പോ മനുഷ്യ. ആരാണാവോ? മനുഷ്യനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അങ്ങനെ ഉണ്ടോ? പോ അകത്ത് പോ. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഞാൻ ഒരു പാട്ട് കേൾക്കട്ടെ. അല്ലേ ഒരു കുപ്പി കള്ളവാ. രമേ ഒരു കുപ്പി കല്ലും എടുത്തോട്ടോ. പിന്നെ ഇവിടെ ഇൻസ്റ്റാൾമെന്റിന്റെ കച്ചവടം ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഒരു സായിപ്പ് ഒരു ഡെസ്ക് കൊടുത്തോണ്ട് പോകുന്നതാണ്. അതേതൊരു ഭ്രാന്തൻ ഇവിടെ അടുത്തുള്ളതാ. ആണോ? ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങളുടെ ഷാപ്പ് ഇതാണോ? ആ അയൽക്കൂട്ടം പെണ്ണുങ്ങളുടെ ഷാപ്പ് ആണോ? ദൈവമേ ഒന്നും പറയണ്ട. ഞാൻ ഈ ഷാപ്പ് ഇറങ്ങി വേറെ പല ഷാപ്പിൽ ചെന്ന് കയറി. അവിടെ നിന്നല്ല ഈ 2 കുപ്പി കള്ളു കുയറ്റിയായി വരണത്. പല ഷാപ്പിലും കയറിയിട്ട് എന്താ കാര്യം? ഇതല്ലേ ആ ഷാപ്പ്? രമ ഇവിടെ രമ ഇവിടെ തന്നെയാ. ആണോ? എന്റെ ദൈവമേ രമയ്ക്ക് 2 പിള്ളേരുണ്ടല്ലോ. ആ പെങ്കൊച്ചുങ്ങളുടെ കല്യാണം ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ 2 ഫോട്ടോ തന്നെ. അപ്പൊ ആ ഫോട്ടോ കൊണ്ട് ഞാൻ ഒരു ചെറുക്കനെ കൊണ്ട് കാണിച്ചു. ചെറുക്കനെ മൂത്തതിനെ മതി. അല്ല ഈ മൂത്ത അങ്ങനെ ഉണ്ട്? എന്റെ പൊന്ന് ചേട്ടാ, രമയുടെ കുടുംബത്തിന്റെ ചരിത്രം ഒന്നും ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുതലാളിയോട് ചോദിക്കും. കൃത്യമായിട്ട് പറയും. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ രമയുടെ കൊച്ചിനെ കല്യാണം ആലോചിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വന്നാ. അപ്പൊ എങ്ങനെയുണ്ട്? മൂത്ത എങ്ങനെയുണ്ട്? ആയിട്ടനക്കാതെ നീ ഉറക്കെ വർത്താനം പറ. ആദ്യം ആ ചെവി കൃതാപ്പെടുത്ത് മാറ്റേ. ശരിയാണ്. എന്നാ പറഞ്ഞേ? മൂത്തത് എങ്ങനെ ഉണ്ടെന്നാ? മൂത്തതാണോ ഉഗ്രൻ? ആണോ? സൂപ്പറാ. ഭയങ്കര തിരക്കാ മൂത്തതിന്. വൈകുന്നേരം ആകുമ്പോ കാരണന്മാരെ കൊണ്ടുപോണ മൂത്തതിനെ. അല്ല നമ്മുടെ ഒരു പയ്യന് വേണ്ടിട്ടായിരുന്നു. പയ്യനാണെങ്കിൽ നല്ല ഇളയതാ. ഇളയതാ ഇച്ചിരി പഞ്ചാരിയാന്നുള്ളൂ. മധുരമൊക്കെ ഉണ്ടെന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി മധുരമൊക്കെ ഉണ്ടെന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പോണത് മൂത്തതാണ്. മൂത്തതിനെ മതി. മൂത്തതിനെ മതിയോ? മൂത്തതിനെ മതിയാണെങ്കിൽ 7 മണിക്കുമ്പോൾ വന്നം. ഇല്ലെങ്കിൽ മൂത്തത് പോകും. ഈ ഇളയതിനെ കൊണ്ടുവന്നെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചെത്തുകാരൻ രമേ രമേ മൂന്നാനോ? എപ്പ വന്നു? ഷാപ്പ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്റെ പൊന്നു രമേ, ഇത്ര അളിഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ആലോചന കൊണ്ടുവന്നത്. എനിക്ക് ആ ചെറുക്കനങ്ങാനും അറിഞ്ഞോണ്ടല്ലോ എന്നെ ചവിട്ടി കീർക്കളയും. എന്താ കാര്യം? അങ്ങോട്ട് ചോദിച്ചു. എന്താ മുതലാളി കാര്യം? ഇളയത്തുങ്ങളെ ചെറുപ്പക്കാർ കൊണ്ടുവരുന്നാ പറയാം. അയ്യോ മുതലാളി എന്ത് പോക്കത്തരാണ് പറയണേ? അയാൾ ഒരു നല്ല മനുഷ്യനായോണ്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ സംഭവം എന്താ എനിക്ക് പിടി കിട്ടുന്നില്ല. എന്തിനാ ഈ കരയണ? എന്തിനാ? നിങ്ങളല്ലേ പറഞ്ഞ മൂത്തത് കളവന്മാര് കൊണ്ടുപോകുന്നു. അത് സത്യമല്ലേ? മൂത്തത് കളവനെ കൊണ്ടുപോകും. ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞു. അതോ അല്ല ഇതെന്തിനാ ഈ പല്ലിടിച്ച് കാണിക്കണേ? എന്റെ ചേച്ചി എന്റെ മോൾക്ക് ഒരു കല്യാണാലോചന കൊണ്ട് വന്നതാ. ഈ മുതലാളി എന്തൊക്കെയോ പോക്കത്തരങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. കല്യാണം മുടങ്ങിയോ? എങ്ങനെ ചോദിച്ചു? കല്ലിന്റെ കാര്യം ഓർത്തല്ലേ ഞാൻ പറയാം. മൂത്തതാണെങ്കിൽ കാരണന്മാർ കൊണ്ടുപോകും, ഇളതാണെങ്കിൽ ചെറുപ്പക്കാർ കൊണ്ടുപോകും. അത് ഞാനതൊന്നും പറഞ്ഞതല്ലേ ഉള്ളൂ. മുതലാളി എന്ത് പറഞ്ഞാണ് ഈ പറഞ്ഞേ? ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടായോ? ഞങ്ങളുടെ കുടുംബത്തിലുള്ള പെമ്പിള്ളാരെ പറ്റി എങ്ങനെയാണോ മുതലാളി പറയുന്നത്?
പറയുന്നേ? കൂടിപ്പോ എല്ലാരും ഒന്നിച്ചു കൂടുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാ ഞങ്ങള്. ആണ്. ഞങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല വരുന്ന നിങ്ങളൂടെ ചിന്തിക്കണ്ടേ? തള്ള ഞാൻ നിങ്ങൾ ശരിയായില്ല. നിങ്ങൾ ഈ പറഞ്ഞ ശരിയായില്ല. അതെ. ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാ, രാവും പകലും കഷ്ടപ്പെട്ട്. നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. പിന്നെ എന്റെ ഭർത്താവനെ പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പെണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. പൊന്നു മുതലാളി, കള്ള് വിറ്റ് വിറ്റ് നിങ്ങൾക്ക് ഇപ്പൊ പെണ്ണും കള്ള് തിരിച്ചറിയാൻ പാടാണ്ടായോ? ഞാനിപ്പോ എന്ത് എന്ന് പറയും ഞാൻ? എന്നാലും മുതലാളി എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണം മുടക്കിയിട്ടില്ല. അല്ല, സംഭവം ശരിയാ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതാ സംഭവം. അപ്പൊ അതുകൊണ്ട് മുതലാളി പറഞ്ഞത് കള്ളിന്റെ കാര്യം, നിങ്ങൾ പറഞ്ഞ പെണ്ണിന്റെ കാര്യം, രണ്ടും ഒരു ലഹരിയാ. രണ്ടെണ്ണം അകത്ത് കഴിഞ്ഞാൽ വാറുവാകും, വാളും വെക്കും. ശരിയാ. കള്ളും പെണ്ണും ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വാച്ചല്ലേ. ഞാൻ പോയിട്ട് നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട്, നല്ലപോലെയല്ല, ആലോചിച്ച് ഉറപ്പീരെ. ഞാൻ ആലോചിക്കട്ടെ കേട്ടോ, എന്നിട്ട് അറിയിക്കാം. എന്തായാലും ഇത്ര ഒരു നല്ല വേണ്ട. അല്ല മുതലാളി അങ്ങനെ വെച്ച് പറഞ്ഞല്ലേ, കരയാതിരി പോട്ടെ. എനിക്കിനി ജീവിച്ചിരിക്കണ്ട ചേച്ചി. എന്നാ നീ ജീവിക്കണം, പോയി മരിക്കല്ലേ. നീ വിഷമിക്കാതെന്നാ പറഞ്ഞത്. എന്റെ മൂത്ത മോൻ ഒരു പണിയും വേലയൊന്നുമില്ല, ചുമ്മാ അലഞ്ഞു കിടക്കുന്നുണ്ട് രഘു. അവനെ അങ്ങോട്ട് വെച്ച് തരാം. അതിലും വേഗം ട്രെയിനിൽ ആയിട്ട് ചാടും. അത് കറക്റ്റാ. നമസ്കാരം. ഷാപ്പിലെ കറിയും നാവിലെ തെറിയും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടുംബശ്രീ പെണ്ണുങ്ങൾ നടത്തുന്ന ഷാപ്പിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ്? ഷൂട്ടിംഗ് ആണ്. ജീവിക്കാനാണോ? ആ, ഷൂട്ടിംഗ് ആകാൻ പോകുന്നു. ഷൂട്ടിംഗ് നമസ്കാരം. നമസ്കാരം. ഞാനാണ് ഷാപ്പിന്റെ ഓണർ. നീ അവരോട് വർത്താനം പറയുമ്പോൾ എനിക്ക് കോംപ്ലക്സ് അടിച്ചു. എനിക്കത് വിഷമമുണ്ടായി. എന്നെ മനസ്സിലായോ? അല്ല, മനസ്സിലായെന്ന് വെച്ചാ പിടികിട്ടി. ഇതാണ്, ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാർ എന്നെ തിരിച്ചറിയും. ആണോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ ബോഗിൽ നിറച്ച് പെമ്പിള്ളാരായിരുന്നു. എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. അവരെന്റെ മുഖത്തൊന്നും കണ്ണെടുത്തിട്ടില്ല. എന്നെ നോക്കി ഒരു ചിരിയും ബഹളവും. എന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് പിന്നെ ചിരിക്കുന്നേ. അത് എന്നാന്നറിയോ, ഈ പാന്റിന്റെ സിപ്പിടാത്തോണ്ടാ ചിരിക്കുന്നത്. നീ ആരെയും ചിരിച്ചു പോകുമല്ലോ. അതെ, പരിപാടിയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പരിപാടിനെ കുറിച്ചുള്ള അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തെണ്ടി തിന്നാൻ നടക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ എന്നെ അഭിപ്രായം പറയാനാണ്. ഈ വിശക്കുമ്പോ ഷാപ്പിലേക്ക് ക്യാമറ തൂക്കിയെടുത്തോണ്ട് വന്ന പരിപാടിയല്ലേ, അതിന് വലിയ അഭിപ്രായമൊന്നുമില്ല. അത് പോട്ടെ, ഈ ഇവിടുത്തെ പാചകം ചെയ്യുന്നതാരാ? കുക്ക്? അവിടെ കൊക്ക് കണ്ടെത്തുന്നുണ്ട്. കൊക്കല്ല, കുക്ക്. പാചകം ചെയ്യുന്നത് നമ്മുടെ അമ്മണിയമ്മ. എങ്ങനെയുണ്ട് അവരുടെ പാചകം? അവരുടെ പാചകം എന്ന് പറഞ്ഞാൽ സൂപ്പറാ. അടിപൊളി പാചകം. കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കണ കാണണം. രാവിലെ മുതൽ തേങ്ങയൊക്കെ അരിച്ച് നല്ല കുഴച്ച് കൂട്ടി ഉണ്ടാക്കി അതിലേക്ക് മീൻചാറൊക്കെ ഞരടി അങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പിടുത്തം അങ്ങ് പിടിച്ച് ഉരുട്ടിയെടുത്തിട്ട് ഒറ്റ ഏറങ്ങ് എടുത്താണല്ലോ കില്ലപ്പട്ടിയൊക്കെ കേരളം കിടക്കും. അപ്പൊ പാചകം മോശമാണെങ്കിൽ പിന്നെ പാചകം മോശമെന്നല്ല, അതുപോലത്തെ പാചകമെന്ന് പറഞ്ഞേ. ആണോ? ആ, ഒരു ഗ്ലാസ് കള്ള്. അയ്യോ, കള്ളു കുടിക്കണ എങ്ങനെ? നിങ്ങൾ ഷൂട്ടിന് വന്നല്ലേ? അല്ല, ഞാൻ കുടിക്കും. ഞാൻ ആർട്ടിസ്റ്റ്, ഈ ഡയലോഗ് പറയണ്ടേ? അത് ശരി, അങ്ങനത്തെ ആളാണേ. എന്നാ അത് അടിച്ചു. കള്ളു വേണ്ടേ? മതി. അപ്പൊ എന്തായാലും നമുക്ക് ഷൂട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങാം. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം? എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ മുളുന്താൻ. ചെമ്മീൻ പുളുന്താൻ. അതാണ് ഇവിടുത്തെ ഐറ്റം. അപ്പൊ അത് ഉണ്ടാക്കുന്ന ആര്? ഞാനല്ല, പിന്നെ പാചകക്കാരിയുണ്ട്. അന്ന് വിളിക്കാം. എല്ലാ സെറ്റിംഗ്സും കാര്യങ്ങളും ക്യാമറ ആ സൈഡിൽ വെക്കുക. നിങ്ങളെ കാണാനൊക്കെ കൊള്ളാം. മറ്റേത് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അത് മേക്കപ്പിലായിരിക്കുമല്ലോ. നിങ്ങളും ചെയ്യാത്ത ലിപ്സ്റ്റിക്? ലിപ്സ്റ്റിക് അല്ല, പിന്നെ മീൻ്റെ ചാറിട്ടാ ഭയങ്കര പവച്ചില്ല. അയ്യോ, മീൻ്റെ ചാറിട്ട് ലിപ്സ്റ്റിക്. ഇതാണോ അമ്മണി ചേച്ചി? അതെ. ഓക്കെ. അപ്പൊ പാചകം എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെമ്മീൻ പുളുന്താൻ. ചെമ്മീൻ പുളുന്താൻ. അപ്പൊ അതൊന്ന് റെഡിയാക്കാം. അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളും പെട്ടെന്ന് ഇങ്ങോട്ട് കയറ്റി. ഒരുപാട് ഊത്തിലിട്ട് പിടിച്ചടി. ഓക്കെ. അപ്പോൾ ഷാപ്പിലെ കറിയും നാവിലെ തെറിയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചെമ്മീൻ പുളുന്താനാണ്. അപ്പൊ ചെമ്മീൻ പുളുന്താൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. അപ്പോ ആരാ എന്റെ അമ്മച്ചി? നിന്റെ അമ്മച്ചി ഞാനാണ്. അല്ല, അമ്മിണി ചേച്ചി. അങ്ങ് കളിയാക്കുന്ന അമ്മച്ചി അങ്ങനെ വലിയ പ്രായമൊന്നും ഇല്ല. അമ്മിണി ചേച്ചിയാണ് ചെമ്മീൻ പുളുന്താൻ ഉണ്ടാക്കുന്നത്. അപ്പോ അമ്മിണി ചേച്ചി, എന്തൊക്കെയാണ് ഇതിന്റെ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്? ഇൻഗ്രീഡിയൻസ് അല്പം മാറിയ സംസാരിക്കും. നിന്റെ ഇംഗ്ലീഷ് മുഴുവൻ ഇതിനകത്തോട്ട് വീഴുക. വർത്താനം പറയാൻ ചേരുവകള. ചേരുവകൾ. ചെമ്മീൻ,
ചെമ്മീനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് 1 കപ്പ്. അങ്ങനെയൊന്നും പറയണ്ട, മര്യാദക്ക് പറഞ്ഞാൽ മതി. അല്ല പാചകം ചെയ്ത് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? അങ്ങനെ പറയണ്ട, അത് സാധാരണ നോർമലി പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പൊ ഈ ചെമ്മീനെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിന് ഉളുമ്പ് കാണും, ഉളുമ്പുണ്ടാവും. അപ്പൊ ഈ ചെമ്മീനൊന്ന് ബ്ലാമ്പണം. പെണ്ണുപിള്ള എന്നാ ഉളുമ്പ് നാട്ടത്? അല്ല പാമ്പെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പാമ്പോ? പാമ്പ് എവിടെയോ? പാമ്പെന്ന് പറഞ്ഞത് എവിടെ പാമ്പെന്ന്? നിങ്ങളല്ലേ പറഞ്ഞ പാമ്പെന്ന്? അയ്യോ പാമ്പല്ല, ഈ മീനെടുത്തൊന്ന് ബ്ലാമ്പണം. മനസ്സിലായില്ലേ? ഇതിന്റെ ഉളുമ്പ് കളയണമെങ്കിൽ ചട്ടിക്കകത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം, ഇങ്ങനെ ഉളുമ്പ് പോകത്തുള്ളൂ. അത് 1/2 കപ്പ്. പിന്നെ മല്ലിപ്പൊടി, ഉണക്കമുളക്, കരിവേപ്പില, അച്ചാറ്, അത് കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ ഈ കറിക്കൂട്ടൻ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തീർച്ചയായിട്ടും റെഡിയാക്കാം. ആദ്യം നമ്മൾ മുതലാളി ആദ്യം ഇത് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. മുതലാളി ഒരു ഹെൽമെറ്റ് പിടിച്ചാരണേ. ഹെൽമെറ്റ് ഇതിനകത്തിട്ട് പൊട്ടിക്കാനോ? അല്ല, കടുകിട്ട് പൊട്ടിക്കാനാ. കടുകിട്ട് പൊട്ടിക്കാൻ ഹെൽമെറ്റ് എന്തിനാ? മുതലാളി കണ്ണൂരിൽ നിന്ന് പറഞ്ഞത് കടുക, അത് ബോംബാണോ അതോ കടുകാണോ എന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ എന്റെ മോന്തെല്ലാം കൂടെ പൊട്ടിക്കും. അപ്പൊ കടുക് ഇടാം നമുക്ക്. കടുക് എവിടെ? കടുക് പൊട്ടുക. റെഡിയായി. എന്നിട്ട് നമ്മളിത് ഈ ചെമ്മീൻ അങ്ങോട്ട് ഇടുക. ഇടുക. ചെമ്മീൻ ഇട്ടിട്ട് അതിന് ചേരുവയായ 2 ഉണക്കമുളക് 2 എണ്ണം ഇങ്ങനെ ഇട്ടേക്കണം. പിന്നെ നമ്മള് കറിവേപ്പില ഇട്ടു, മസാല കൂട്ടിയിട്ടു, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. അല്ല, സൂപ്പറായിട്ട് അങ്ങോട്ട് ഇളക്കുക. അപ്പൊ ഒരു 10 മിനിറ്റ് എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ. 10 മിനിറ്റ് എടുക്കും. ഓക്കെ, അപ്പോ ചെമ്മീൻ പുളുന്താൻ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ എന്റെ വായിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ചെമ്മീൻ പുളുന്താൻ 10 മിനിറ്റ് ആകും വേവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു നാടൻ പാട്ടിലേക്ക് പോവാം. അപ്പൊ നാടൻ പാട്ട് പാടുന്ന ആരാ? നാടൻ പാട്ട് മലയാളി പാട്ട്. അപ്പൊ മലയാളികളോട് നാടൻ പാട്ട്. ഞാൻ പാടാം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. ചന്ദ്രപൂമേനിയാണ് അയ്യോ ചന്ദ്രലളിതം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി. ചെമ്മീൻ പുളുന്താൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചെമ്മീൻ പുളുന്താൻ ഏകദേശം ഒരു പരുവം ആയി എന്ന് കരുതുകയാണ്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കാറായല്ലോ? നോക്കിക്കോ. അപ്പോ ചെമ്മീൻ പുളുന്താൻ ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാൻ പറ്റും. ഇച്ചിരി ഒരു കോരി. ആഹാ, ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചെമ്മീൻ പുളുന്താൻ. ഞാൻ നോക്ക് നോക്ക് നോക്ക്. നാണം കെടുത്തേ. കഴിച്ചു നോക്കി. എനിക്ക് വേണ്ട മലയാളി. കഴിക്കുന്നു. ഞാനെന്തിനാ കഴിക്കുന്നത്? സ്വന്തപ്പാവൻ തിന്നാ തീരുന്നല്ലേ? ഞാൻ എന്നാലും അത് അപ്പൊ എന്തായാലും നമ്മുടെ ചെമ്മീൻ പുളുന്താൻ വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ അമ്മിണിയമ്മ ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അമ്മിണിയമ്മ ചേച്ചിക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. നല്ലൊരു കയ്യടി എല്ലാവരും ചേർന്ന്. ക്യാമറ കട്ടി. ഇതാണ് പെണ്ണുപിള്ള ചെമ്മീൻ പുളുന്താൻ. ഇതെന്നാ പുളുത്തി വെച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ? സ്റ്റൗ കത്തിക്കാൻ നേരമല്ലേ നിങ്ങൾ നാടൻ പാട്ടിട്ടത്? അപ്പൊ ഞാനങ്ങ് കളിക്കാൻ വന്നില്ലേ, പിന്നെ എങ്ങനെ റെഡി ആവുക? ഒരു കാര്യം ചെയ്യ്, ഒരു നാടൻ പാട്ടോടെ അലക്കാൻ ഞാൻ ഉടനെ റെഡിയാക്കി തരാം. അതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യ്, ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ആ എല്ലാരും ഷാപ്പിലുള്ള മറ്റേ പയ്യനെ വിളിച്ചു. അവനൊന്നും വേണ്ട, അവനെ അകത്തിരുന്ന് പാത്രം കഴുകിക്കൊണ്ട്. സാരമില്ല, അവനെ വിളിക്കും. അവനല്ലേ ഷാപ്പിൽ നിന്ന് ജോലി എടുക്കാം. എല്ലാരും വിളിച്ചു. ക്യാമറ ടൈറ്റ് ഷോട്ടിൽ വെച്ചു സമ്മാനം കൊടുക്കുമല്ലോ. അയ്യോ, ഇത് സാറെന്താ ഇവിടെ? സാറെന്താ എന്ത് പറ്റി? അവര് പരിചയക്കാരാ. നിന്റെ പേര് സാറെന്നാണോടാ? പുള്ളിയുടെ പേര് സാറെന്നല്ല,
പുള്ളി ഇത് ആരാണെന്ന് അറിയാവോ? ആരത്? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിരിക്കുക? ഇത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇത്. ആരായാലും കഴിച്ചു കഴിഞ്ഞാൽ പൈസ തരണം, അല്ലെങ്കിൽ ഇടി കൊണ്ട് നാശമാകും. കഴിച്ചു കഴിഞ്ഞാൽ പൈസയോ? നിങ്ങൾ എന്നാ പറയുന്നത്? ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആരും പൈസ എന്ന് ചോദിക്കത്തില്ല, അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കത്തില്ല. അത് പലയിടത്തും നടക്കും, ഇവിടെ നടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വേണം. പൈസ തരാത്ത നീ നല്ല ഇടിയും കൊടുത്തരാ, പാത്രങ്ങൾ ഞാൻ അകത്തോട്ട് വിട്ടതാ. എന്റെ ദൈവം, ഇത് ഇവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ആണ്. ഫുഡ് ഇൻസ്പെക്ടർ ഈ സാറിന് പ്രശ്നം എന്താ? ഞാൻ ഇവിടുത്തെ അടുക്കള കാണാൻ വന്നതാ. അടുക്കള കാണാൻ വരുമ്പോ ഒരു അലമാരി എങ്കിലും കൊണ്ടുവരണ്ടേ? അയ്യോ, അതല്ല, ഇവിടുത്തെ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തരാൻ വേണ്ടി വന്നതാണോ ഞാൻ? സത്യമാണ് സാർ ഫുഡ് ഇൻസ്പെക്ടറാണോ? കള്ളം പറയുമോ? സാറേ എന്റെ ലൈസൻസ്. നിനക്ക് ലൈസൻസ് ഇല്ല. അയ്യോ, എന്റെ ലൈസൻസ് പോയേ. എന്തായാലും ഷാപ്പിലെ കറിയും നാവിലെ തെറിയും എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പൊ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല, ഈ പരിപാടി പേരെന്ന് പറഞ്ഞേ? ഷാപ്പിലെ കറിയും നാവിലെ തെറിയും. ഷാപ്പിലെ കറി കൊള്ളാം, നാവിലെ തെറി. എടി അമ്മിണി. Qdollapers Comedy Super Night. ചിരികൾക്കുമപ്പുറം ജീവിതമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി പാമ്പുകളുടെ തോഴൻ വാവാ സുരേഷിന്റെ ജീവൻ മരണ പോരാട്ടത്തിന്റെ 2ാം ഭാഗം. ഇപ്പൊ പാമ്പിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളെല്ലാം സുരേഷ് ചേട്ടൻ എടുക്കുന്നുണ്ട്. നമുക്കും പാമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും പാമ്പിനെ കാണാനും ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനെന്താ, നമുക്ക് 2-3 അതിഥിയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള സർപ്പം എന്നറിയപ്പെടുന്ന, സംസ്കൃതത്തിൽ സർപ്പം എന്നറിയപ്പെടുന്ന, നാഗ് എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് തമിഴിൽ അറിയപ്പെടുന്ന, കോബ്ര എന്ന സ്പെട്ടിക്കിൾഡ് കോബ്ര എന്ന് അറിയപ്പെടുന്ന ഒരു കുഞ്ഞ് പാമ്പിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടും. ഇത് ഏത് പാമ്പാണ്? ഇത് മൂർഖൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, സർപ്പമെന്ന് സംസ്കൃതം. സാധാരണ പാമ്പുകളുടെ എല്ലാ പാമ്പുകളുടെയും സംസ്കൃതം സർപ്പമാണ്, സർഫർ. അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ സർപ്പം, മൂർഖൻ, നാഗ്, നല്ലാത്താൻ പാമ്പ് എന്ന് തമിഴിൽ അറിയപ്പെടുന്ന, കോബ്ര സ്പെട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. എന്തായാലും ഇദ്ദേഹം നിങ്ങളെ ഇദ്ദേഹത്തിനെ ഇത്ര അടുത്തേക്ക് വരത്തില്ല. ഇതാണോ? ഇത് അല്ല, ഏറ്റവും കൂടി ഇദ്ദേഹമല്ല, ഏറ്റവും കൂടുതൽ കിങ് കോബ്രയാണ്. കിങ് കോബ്രയുടെയും വെനം സെയിം പ്രോട്ടീനാണ്. അളവിൽ കൂടുതൽ രാജവൻപല കടിക്കുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. പക്ഷേ രാജവൻപല കടിച്ചാൽ 5-6 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. പക്ഷേ മരണം സംഭവിക്കുന്നതിൽ വളരെ അപകടകരമായിട്ട് മരണം സംഭവിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിച്ച് മരണത്തിലേക്ക് പോകുന്നത് അണലി അഥവാ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥി അടിയേറ്റ് നമ്മുടെ കിഡ്നി ഫെയിലിയറായി പോവുകയും പിന്നെ ഡയാലിസിസ് വഴി അതിനെ ഡെവലപ്പായി കൊണ്ടുവരാൻ 90% കഴിയാറില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരണം സംഭവിക്കാം. ഈ വർഷം ഇന്നലെ ഒരു മാസം ഒരു 1.5 വയസ്സുള്ള കുട്ടി അണലിയുടെ കടിയേറ്റ് വെന്റിലേറ്ററിലാണ്. സാറിന് അണലിയുടെ കടിയേറ്റ് വെന്റിലേറ്ററിൻ്റെ ആവശ്യമില്ല, പക്ഷേ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ 7 വയസ്സുള്ളൊരു കുട്ടി പാമ്പ് കടിയേറ്റ് വെന്റിലേറ്ററിലാണ്. ഈ വർഷം ഒരുപാട് ആൾക്കാർക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. കാരണം നമ്മുടെ പറമ്പുകൾ നമ്മൾ വൃത്തിയാക്കാതിരിക്കുമ്പോൾ അവിടെ ഒരുപാട് ചപ്പ് കടന്നു നൽകുമ്പോൾ അവിടെ എലി വരുമ്പോൾ എലിയെ പിടിക്കാനായാണ് ഇവ വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് അറിയാൻ കഴിയില്ല, ചെന്ന് ചവിട്ടുകയും കടി വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടും. അതുപോലെ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, പാമ്പിൻ്റെ വെനം ഇരിക്കുന്നത് ഈ കണ്ണിൻ്റെ പുറകിൽ ഈ കവിള് വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ദഹനഗ്രന്ഥി. ഇതാണ് അതിൻ്റെ ദഹനഗ്രന്ഥി. ഇത് നമ്മൾ അറിയേണ്ട കാര്യം, ഇത് ഒരു കുഞ്ഞു പാമ്പ്, അത് അനങ്ങുന്നത് ഇത് 2 വയസ്സിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ നമ്മൾ അറിയുക, അതായത് ഇങ്ങനെ ഇരുന്നാൽ സർപ്പമാണ്. പേടിച്ചാൽ മാത്രമേ അപകടം ഉണ്ടാകുന്നുള്ളൂ. പേടിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് മൂവ് ചെയ്ത് വരുന്നത്. അത് നമ്മളെ നേരെ മൂവ് ചെയ്ത് വരാൻ കഴിയില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല, എടുത്തുകൊണ്ട് വന്ന് വെറുതെ കയ്യിൽ വെച്ച് അത് അങ്ങനെ ഇരിക്കുകയാണ്. അത് ഭയന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ചുമന്ന കളർ കണ്ടാൽ പാമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. ശുദ്ധമായ മണ്ടത്തിലാണ്. പാമ്പുകൾക്ക് ചുമന്നൊന്നോ പച്ചയെന്നോ ഒന്നുമില്ല, ഒരു ഷാഡോയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പണ്ട് സർപ്പയജ്ഞം നടത്തുന്ന ആൾക്കാർ വൈറ്റ് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുന്നത്. വൈറ്റ് പാൻറ്, വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷൂ. അപ്പോൾ ഒരു ഷാഡോ കിട്ടത്തില്ല വൈറ്റ് ആകുമ്പോൾ. ബാക്കി ഏത് കളറിന് ഒരു നിഴൽ കിട്ടും. ആ നിഴൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവ പെട്ടെന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചിട്ട് മാറിപ്പോവുകയോ ചെയ്യണം. ഇതാണ് എട്ടടി മൂർഖൻ എന്നൊരു പാമ്പ് ലോകത്തൊരിടത്തുമില്ല. വെള്ളിക്കെട്ട്. നമുക്ക് ഇന്ത്യയിൽ 4 ഇനം പാമ്പുകളാണ് ഡെഡ്ലി വെനമസ് കാറ്റഗറിയിലുള്ള. ഒന്നാമത്തത് രാജവൻപാല തന്നെയാണ്. രണ്ടാമത്തത് അണലിയാണ്, അളവിൽ കൂടുതൽ. മൂന്നാമത്തത് മൂർഖനാണ്. നാലാമത്തത് ശംഖുവരയാണ്. ശംഖുവരൻ എന്നറിയപ്പെടുന്ന, വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന, ക്രൈറ്റ എന്നറിയപ്പെടുന്ന, കോമൺ ക്രൈറ്റ, ഇന്ത്യൻ കോമൺ ക്രൈറ്റ എന്നറിയപ്പെടുന്നതാണ് 8 വീരൻ എന്നറിയപ്പെടുന്നത്. കാരണം 8 വീരൻ അഥവാ ശംഖുവരൻ പാമ്പിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള പല്ലാണ്, മുറിവുണ്ടാകത്തില്ല, രക്തം പൊടിയത്തില്ല. അതുമാത്രമല്ല, ന്യൂറോടോക്സിക് എന്നറിയപ്പെടുന്നുണ്ട്. ശംഖുവരൻ പാമ്പിൻ്റെ വെനം നേരെ തലച്ചോറിലേക്ക് പോവുകയും കണ്ണിന് കാഴ്ച മങ്ങുകയും
തലച്ചോറ് മരവിക്കുകയും ഓർമ്മ കുറയുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയാണെന്നല്ല. അപ്പോഴത്തേക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശങ്കുരൻ പാമ്പിൻ്റെ കടിയേറ്റ് കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത്. നീക്കോലി ഇത് വളരെ അപകടകാരിയായ ഒരിനം പാമ്പാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടിയേൽക്കുന്ന സംസ്ഥാനം 3 ആന്ധ്ര, തമിഴ്നാട്, കർണാടക. ഈ 3 സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടിയേൽക്കുന്നത് ഈ ഇനം പാമ്പിൻ്റെയാണ്. കാരണം ഇത് അണലി, ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ ഈ ശരീരത്തിൽ കാണുന്ന ചേനത്തണ്ട്. നമ്മുടെ വീട്ടിലെ ചേനയുടെ അതേ ഡിസൈനാണ്, അതുകൊണ്ട് ചേനത്തണ്ടെന്ന് അറിയപ്പെടും. മലപ്പുറത്തും മലബാറിലും ഒക്കെ ചേനയെ വട്ടക്കൂറ എന്ന് വിളിക്കും. പ്രസവിക്കുന്ന പാമ്പ്, ലോകത്തിൽ പ്രസവിക്കുന്ന വെനമുള്ള പാമ്പ്, പ്രസവിക്കുന്ന പാമ്പ് പച്ചിലപ്പാമ്പും പ്രസവിക്കുന്നു. വെനമുള്ള പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്, ചേനത്തണ്ട, വട്ടക്കൂറയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മുട്ട തയ്യാറായിട്ട് മുട്ട അതിനകത്ത് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക്. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പല്ല് ഇദ്ദേഹത്തിന്റെയാണ്. 1 ഇഞ്ച് നീളത്തിൽ ചൂണ്ടമാതിരി ആകത്തിന്. നമുക്ക് അതിന്റെ പല്ലൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. ഇതിപ്പോ എന്റെ വെനാണ്, ഗോൾഡൻ എല്ലയാണ്. ഗോൾഡൻ എല്ല ഇത് ആളുകൾ പറയുമ്പോൾ നീലയോ പച്ചയോ ചുവപ്പോ ഒന്നും അല്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 584ാമത്തെ പ്രാവശ്യം വെനം കഴിക്കാൻ കഴിയും. ഇതാണ് ഏറ്റവും അപകടകാരി. ഏത് ദിശയിലേക്കും ചാടി കടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. പിടിക്കുന്ന കൈയിലേക്ക് ചാടി കടിക്കും. നീളമുള്ള പല്ല്, 1 ഇഞ്ച് നീളത്തിൽ ചൂണ്ടമാതിരി അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പല്ലാണ്. ദേഹത്ത് ഈ പാടുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ചേനത്തണ്ടെന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് സ്പ്രിങ് ആക്ഷനിൽ പോയി കടിച്ച് തിരിച്ചു വരാൻ കഴിയും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എൻ്റെ വയറ്റിലേക്ക് കടിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. അത്ര വളരെ അടുത്താണ് എൻ്റെ വയറ്. ഏകദേശം 2 അടിയോളം അകലം പോലും ഇല്ല, എത്തിപ്പിടിക്കാൻ കഴിയും. ഏറ്റവും നീളം കൂടിയ പല്ല്, 1 ഇഞ്ച് നീളത്തിൽ ചൂണ്ടമാതിരി അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പല്ലാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതേപടി അതുകൊണ്ട് വനത്തിന്റെ അളവ് കുറയുന്നുള്ളൂ. വെനം ഉണ്ടാവും, വേറോട്ടുള്ള വെനം ഉണ്ടാവും. അല്ല, ഇതിന് ഇപ്പൊ കടിയേറ്റാലും മരണം സംഭവിക്കില്ല. അല്ല, മരണം സംഭവിക്കില്ല. പക്ഷെ എന്നാലും ക്രിട്ടിക്കൽ ആവുന്നു. വളരെ ഇതേനും അതിഥിയുടെ കുഞ്ഞ് ജനിച്ച് 5ാമത്തെ ദിവസം എനിക്ക് കടിയേറ്റിട്ട് ഞാൻ 2 മാസം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെയുള്ള കുഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ കടിയേറ്റ്. അപ്പോൾ വെനമുള്ള പാമ്പുകൾക്കൊക്കെ ജനിക്കുമ്പോഴേ വെനവും ഗ്ലാൻഡും പല്ലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ക്രിട്ടിക്കലാവുന്നത് ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ക്രിട്ടിക്കലാവുന്ന അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. ഇതാണ് റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ട എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥി. കുറച്ച് പുറത്ത് പോയി. ഇത് നിങ്ങളുടെ ദേഹത്തോ കയ്യിലോ ഒന്നും ആയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഞാൻ കുടിച്ച് കാണിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്? പക്ഷെ എനിക്ക് നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത്, ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. ഞാനും നിങ്ങൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഇരിക്കുന്ന അകലമല്ല, അല്ലാത്ത ഒരുപാട് അകലമുണ്ട്. എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് 584ാമത്തെ പ്രാവശ്യം പാമ്പിൻ്റെ വെനം കഴിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ മുട്ട വിരിയിക്കുന്ന മുറുക്കന്മാരെയൊക്കെ കടി വാങ്ങി സ്വന്തമായിട്ട് കടിപ്പിച്ചൊക്കെ ഞാൻ എൻ്റെ ശരീരത്തെ ആ രീതിയിലേക്ക് തയ്യാറാക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഒരു ഹോബിക്ക് വേണ്ടിയല്ല. ഈ പ്രോഗ്രാം കാണുന്ന ലക്ഷം ആൾക്കാർക്ക് ഒരു അവെയർനെസ്, അതായത് പാമ്പ് കിണർ മൂടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനും, അതുപോലെ വീട്ടിൽ വളർത്തി ഒരു പശുവിനാൽ ഒരു കോഴിക്ക് പാമ്പ് കടിയേറ്റ് പോയാൽ ആ കോഴി മരണപ്പെട്ടു പോയാൽ ആ കോഴിയുടെ മാംസം നിങ്ങൾക്ക് കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ കളയേണ്ടതില്ല എന്നുള്ള ബോധവൽക്കരണം കൂടിയാണ് ഇതുവഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഇത് അനുകരിക്കരുത്. അതുപോലെ നമ്മുടെ പ്രേക്ഷകരൊന്ന് അറിഞ്ഞു വെക്കുക, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പാമ്പിനെ പ്രദർശിപ്പിക്കുന്നതും കൊല്ലുന്നതും മാരമായി മുറിവേൽപ്പിക്കുന്നതും വളർത്തുന്നതൊക്കെ കുറ്റകരമാണെങ്കിൽ പോലും നിങ്ങളുടെ പരിസരത്ത് ആർക്കെങ്കിലും പാമ്പ് കടി ഏൽക്കുകയോ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ സിറ്റിയിൽ വെച്ച് ഒരാളിന് പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ അടുത്ത അവകാശിക്ക് നഷ്ടപരിഹാരമായി ഉണ്ട്. വനത്തിനോട് അടുത്ത് വെച്ചാണെങ്കിൽ അത് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരമുണ്ട്. അതെ, സിറ്റിയിൽ വെച്ചാണെങ്കിൽ 25,000 രൂപ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫണ്ട് തിരിച്ചു കിട്ടും.
വനത്തിനോട് അടുത്ത് വെച്ചാണെങ്കിൽ മുഴുവൻ പൈസയും ചികിത്സ കഴിഞ്ഞ് പറഞ്ഞാൽ മുഴുവൻ പൈസയും അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് ഫോറസ്റ്റിൽ ഉള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആ ബില്ല് വാങ്ങി വെക്കുക. ആ ബില്ലിൻ്റെ കോപ്പി എടുത്ത് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് അടുത്തുള്ള ഓഫീസ്, റേഞ്ച് ഓഫീസറുടെ ഓഫീസിലോ DF ഓഫീസിലോ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫണ്ട് മടക്കി കിട്ടുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ആളുടെ അടുത്ത അവകാശിക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത അതിഥി നമുക്കൊന്ന് പരിചയപ്പെടാം. അത്ര വ്യത്യസ്തനായ അതിഥിയൊന്നുമല്ല. അല്ല, മൂർഖൻ. അതെ, മൂർഖിന് മാത്രമേ ഈ കളർ. രാജവെമ്പാലയ്ക്ക് ബ്ലാക്കിൽ യെല്ലോ നല്ല സൈസ്. ഇതിനേക്കാളും വലിയ സൈസ് ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടിൽ തുറന്നു വിട്ടതിൽ ഏകദേശം ഒരു 100 150 അതിഥികളിൽ ശേഷം 50ഓളം പേര് നല്ല സൈസ് ഉണ്ടായിരുന്നു. ഇതിനേക്കാളും സൈസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇപ്പോൾ 13 വയസ്സിന് മേലെ കഴിഞ്ഞു. വെയിറ്റ് കുറവാണ്. അതെ അതെ അതെ, ബ്രീത്ത് ഏറിയെന്നല്ലേ. സൈസ് കാണുമ്പോൾ തന്നെ പേടിയാവും. കാണുക, ഇത് നല്ല സൈസ്. കാണുമ്പോൾ തന്നെ പാമ്പിൻ്റെ വേനം നോക്കിയോളൂ. പാമ്പിൻ്റെ മൂക്ക് മുറിഞ്ഞിരിക്കുന്നത് ചാക്കിൽ കയറുന്നുള്ളൂ. മൂക്ക് മുറിഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് നമ്മൾ അടച്ചിരിക്കുന്ന കീസിൽ തള്ളി ഹോളുണ്ടാക്കി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതാണ്. ഇത് നോക്കൂ, നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പാമ്പിൻ്റെ പോലെയാണോ ഇതേ ഇരിക്കുന്നത്? കണ്ണിൻ്റെ പുറകിൽ കവിള് വീർത്ത് നല്ല ഫുള്ള് ഗ്ലാൻഡിൽ വേനാണ്. ഫുള്ളായിട്ട് നോക്കുന്നത് കാണാം. അദ്ദേഹം വായി തുറക്കും. അദ്ദേഹത്തിൻ്റെ കവിള് വീർത്തിരിക്കുന്നു. വായി തുറക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയ്ക്ക് റിസ്കി ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറയാറുണ്ട് ഷോയിൽ ചെയ്യുമ്പോൾ അല്ല. ഇതിപ്പോൾ എനിക്ക് കണ്ണടച്ച് നിന്നാൽ എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങോട്ടാണെന്നുള്ളത്. അദ്ദേഹം എങ്ങോട്ടാണ് ശരീരം ചലിപ്പിക്കുന്നത് അതെനിക്ക് എൻ്റെ കയ്യിലേക്ക് അറിയാൻ കഴിയും. ഏത് ദിശയിലേക്കാണ് ഇദ്ദേഹം ഇപ്പോൾ നോക്കുന്നത്, ചലിക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ അതിഥിയെ ഏകദേശം 13 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ലക്ഷ്യം പേടിക്കരുത്. അപ്പൊ എന്തായാലും ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ ചാക്കെന്നാലും എഴുതിയിട്ടില്ല, പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ കൂടി കടിയേറ്റിട്ട് ഞാനൊരു 3 പ്രാവശ്യം ഹോസ്പിറ്റലായിരുന്നു. പല്ലിന് നീളമുള്ളതുകൊണ്ട് ചാക്കിന് കട്ടി കുറവായതുകൊണ്ട് കടിച്ച് പല്ല് വയ്ക്കും. നമ്മൾ അറിയത്തില്ല, ചെന്ന് പിടിക്കുമ്പോൾ അത് പല്ലനക്കുന്നു. അപ്പോൾ വെനം അകത്തേക്ക് കടന്നു പോയിട്ട് 3 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു തെറ്റായ ഒരു കഥ, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കഥ, നമ്മുടെ അമ്മമാർക്ക് പറയാനുള്ളൊരു പഴഞ്ചൊല്ലി, ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് പറയാം, നമ്മളെ മുതിർന്ന ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ ഗുരുജനങ്ങൾ പറയുന്നൊരു കഥ. സന്ധ്യാസമയങ്ങളിൽ സാധാരണ നീർക്കോലിയുടെ കടി കേൾക്കും. നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങി ഉറക്കമുളപ്പിക്കണം. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ലോകത്തിലെ ശുദ്ധമായ മണ്ടത്തിലാണ്. നമ്മുടെ ഭാരതത്തിൽ കടലൊഴിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പാമ്പും വെനമസല്ല. കായൽ പാമ്പായാലും നീർക്കോലി എന്ന പാമ്പായാലും ഇങ്ങനത്തെ ആറ്റുവായനായാലും ഇവയൊന്നും വെനമസല്ല. നീർക്കോലിയുടെ കടിയേറ്റാൽ ഉറക്കമുളയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. വെള്ളത്തിൽ ജീവിക്കുന്ന കടലൊഴിച്ച് മറ്റേ വെള്ളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാമ്പിൻ്റെ കടിയേറ്റാൽ ഇഷ്ടമുള്ള ഭക്ഷണം, ചിക്കനോ മട്ടനോ ചിക്കൻ ബിരിയാണി എന്ത് വേണോ വാങ്ങി വയറ് നിറച്ച് കഴിക്കാം, സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പായിരിക്കണം. വെള്ളത്തിൽ കിടന്ന മുറുക്കൻ പാമ്പിൻ്റെ അണ്ണാക്കിക്കൊണ്ട് കൈയും വെച്ചെടുത്ത് കടിയും വാങ്ങിയിട്ട് ബാബാ സുരേഷ് പറഞ്ഞു ചിക്കനും പൊറോട്ട നിന്നോട്ടിരിക്കാൻ പറഞ്ഞാൽ ചുവരിക്കറി ഹാരോട്ടിരിക്കേണ്ടി വരും. അതിനുള്ള അവസ്ഥ നമ്മുടെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ഒരുക്കരുത്. നീർക്കോലി എന്ന് പറയുന്ന പാമ്പ് നോൺ വെനമസ് ആണ്. 80ലേറെ പല്ലുകളുണ്ട്. നീർക്കോലിയുടെ കടി ഏൽക്കുകയാണെങ്കിൽ ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് വെച്ചാൽ മുറിവ് നന്നായിട്ട് കഴുകിക്കളയുക. ഒരു അതിഥിയെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ യാത്ര പറയാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ, ഒരു സ്വർണവും വെള്ളിയും എല്ലാം കൂടെ കലർന്ന ഒരു അതിഥി, സ്വർണ്ണ നാഗം എന്നറിയപ്പെടുന്ന, ഗോൾഡൻ കോബ്ര എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ അതിഥി
നാഗം. ഇദ്ദേഹത്തിന് നമുക്ക് അധികം വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം ഹോൾഡിങ് ടൈമാണ്, ചട്ട പൊഴിക്കാറായിരിക്കുകയാണ്, സ്കിൻ ഷെഡ് ചെയ്യാറായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും രണ്ട് കണ്ണിനും ഒരു പടർച്ച, ഒരു ആ തൊലിയുടെ തന്നെ ഒരു മറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കടിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ ഇവയുടെ ശരീരത്തിന് നല്ല പെയിൻ ഉണ്ടാവും. ഇദ്ദേഹത്തോടൊപ്പം ഞാൻ കൂടിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇദ്ദേഹത്തോടൊപ്പം ഞാൻ കൂടിയതിനു ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല അവസരങ്ങളുണ്ടായി, ഒരുപാട് ഭാഗ്യങ്ങളുണ്ടായി. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ വേദികളിൽ, ഈ ഒരു വേദി, ഇതിന് മുന്നേ 2 വേദികൾ മാത്രമാണ് ഇദ്ദേഹം പങ്കിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് രാവിലെ കൂടി ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ല, ഇദ്ദേഹത്തിനെ മാറ്റി വെച്ചിരുന്നു. നമ്മുടെ കോമഡി നൈറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി ഇദ്ദേഹത്തെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്തനായ അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് വിട വാങ്ങുന്നു. താങ്ക് യു സോ മച്ച് സുരേഷ് ചേട്ടാ. കോമഡി സൂപ്പർ നൈറ്റ്. വളരെയധികം സന്തോഷമുണ്ട് സുരേഷ് ചേട്ടാ. ഞങ്ങൾക്ക് കുറെ പാമ്പുകളെ പറ്റി അറിയാനും കാണാനും ഒക്കെ പറ്റി. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാമ്പിനെ കണ്ടില്ലേ നമ്മള്? അവസാനം കണ്ട് സ്വർണ്ണപാമ്പ്. എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ കൊച്ചു കൂട്ടുകാരന് ഞാൻ പാമ്പിന്റെ വെനമെടുത്ത് കുടിച്ച പേന സമ്മാനിക്കുകയാണ്. ഈ പേന വളരെ സൂക്ഷിച്ചു വെക്കണം. എന്നും കുറേ കാലം കഴിയുമ്പോൾ ഇത് ലേലത്തിൽ വെക്കണം. ബാബാ സുരേഷ് ഏട്ടൻ വെനമെടുത്ത് കുടിച്ച പേനയിൽ നിന്ന് 10 ലക്ഷം രൂപ ചോദിക്കണം. അത് വാങ്ങിയെടുത്ത് വേണം. അയ്യോ, 10 ലക്ഷം കിട്ടിയില്ലേ? അയ്യോ. അപ്പോൾ ഇതുവരെ അടിപൊളി, ഇതുവരെ സൂപ്പർ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്റെ മൂത്താപ്പട മോളാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടി ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അപ്പൊ ഞാൻ കൊണ്ടുവന്ന എന്നെ തന്നെ ഈ ഫ്ലോർ കയറ്റിയില്ല ആദ്യത്തെ ദിവസം. അങ്ങനെ ഉണ്ട് മുതൽ. അപ്പൊ ഇനി അടുത്ത പാമ്പിനെ പേടിയാന്നും പറഞ്ഞിട്ട് പോയതാ സുരേഷ് ചേട്ടാ. പറയാ നേരത്തെ പോലെ ഒരു ഭയപ്പാട് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ ജന്മമുള്ള ഒരു ഇതായിരിക്കുമല്ലോ. നേരത്തെ കേട്ടാ ഈ മനുഷ്യന് പേടിയാ. നിർത്താൻ വന്നു. ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ട് പോകാം. അപ്പൊ ഇനി അടുത്ത ഗസ്റ്റിന് നമ്മള് നമ്മൾ ഇത് എടാ പോടാ, നിന്റെ കാര്യം നോക്കി പോടാ. അപ്പോഴ് ഇത് ഗസ്റ്റിന് കൊടുക്കേണ്ട ഉപഹാരമാണ്. പിന്നെ ഇത് പറക്കാട് ജുവലേഴ്സ് എന്നും പറഞ്ഞ് തന്നെ കൊടുക്കണം, പേര് പറഞ്ഞു കൊടുക്കണം. കോമഡി സൂപ്പർ നൈറ്റ് 2 വേണ്ടി പറക്കാട് ജുവൽസ് നൽകുന്ന ഈ തങ്കത്തിൽ പൊതിഞ്ഞാന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന് കൊടുക്കുകയാണ്. അപ്പോഴേ പോരുത്. അപ്പൊ ഇനി വൈൻഡപ്പ് പറയണം. അതെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കോമഡി സൂപ്പറിന്റെ വളരെ വർണ്ണാഭമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. ഇനി പുതിയ അതിഥികളും ഒരുപാട് കോമഡി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു തീരുമ്പോഴത്തേന് നേരെ ജീപ്പ്. അതായിരിക്കും അങ്ങനെ കമ്പി വന്നിട്ട് അതൊരു ക്യാമറ ജീപ്പ് നേരെ ഈ ജീപ്പ് ചിലപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇത് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമില്ല. നിങ്ങൾക്കത് ജീപ്പ്, നമ്മക്ക് ജീപ്പ്. തള്ളി കളിക്കുന്ന ജീപ്പ്. ചിരിയുടെ വർണ്ണാഭമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.